ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും ആക്രമണം ആരംഭിച്ചതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയുടെ കനത്ത നിഴലിൽ മുങ്ങിയിരിക്കുകയാണ്. ഇതിനകം തന്നെ സംഘർഷങ്ങളുടെ തീയിൽ ചുട്ടുപൊള്ളുന്ന പശ്ചിമേഷ്യ ഇന്ന് വീണ്ടും ഒരു വലിയ ദുരന്തത്തിന്റെ വക്കിൽ നിൽക്കുന്നു. ശക്തിയുടെ പ്രകടനമെന്ന പേരിൽ പൊട്ടിത്തെറിക്കുന്ന ബോംബുകൾ യഥാർത്ഥത്തിൽ തകർത്തു വീഴ്ത്തുന്നത് മനുഷ്യരുടെ സ്വപ്നങ്ങളെയും സമാധാന പ്രതീക്ഷകളെയും തന്നെയാണ്. യുദ്ധം ഒരിക്കലും വിജയത്തിന്റെ കഥയല്ല, അത് കണ്ണീരിന്റെ ചരിത്രമാണ്. ഓരോ മിസൈലും പതിക്കുമ്പോൾ തകർന്നു വീഴുന്നത് ഓരോ സ്വപ്നമാണ്. ഓരോ സ്ഫോടനത്തിനു പിന്നിൽ നഷ്ടമാകുന്നത് നിരപരാധികളുടെ ജീവനുകളാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള വൈരാഗ്യം രാഷ്ട്രീയത്തിന്റെ കളമാകുമ്പോൾ അതിന്റെ വില കൊടുക്കേണ്ടി വരുന്നത് സാധാരണ ജനങ്ങളാണ്. അവരുടെ ജീവിതം ഒരു നിമിഷം കൊണ്ടാണ് അഭയാർത്ഥി പാതയിലേക്ക് വഴുതി പോകുന്നത്. ഇറാനെതിരായ ആക്രമണങ്ങൾ പ്രദേശത്തെ കൂടുതൽ അസ്ഥിരമാക്കുകയും ലോക സമാധാനത്തിന് തന്നെ വെല്ലുവിളിയാകുകയും ചെയ്യുന്നു. ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ തുടങ്ങുന്ന യുദ്ധം പലപ്പോഴും ലോകത്തിന്റെ സമാധാനത്തെയാണ് ചലിപ്പിക്കുന്നത്. ഇന്ധനവില മുതൽ ആഹാര സുരക്ഷ വരെ യുദ്ധത്തിന്റെ പ്രതിഫലങ്ങൾ അതിർത്തി കടന്ന് മനുഷ്യജീവിതത്തെ ബാധിക്കുന്നു. മനുഷ്യചരിത്രം പലതവണ പഠിപ്പിച്ച സത്യമാണ്. യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല. അവശേഷിക്കുന്നത് ശിഥിലങ്ങളും ശൂന്യവുമായ ഹൃദയങ്ങളാണ്. ആയുധങ്ങളുടെ ശബ്ദമുയരുമ്പോൾ മനുഷ്യസ്നേഹത്തിന്റെ ശബ്ദം മങ്ങിപ്പോകുന്നു. സമാധാനം സംരക്ഷിക്കേണ്ട ലോകം യുദ്ധത്തിനായി തയ്യാറെടുക്കുമ്പോൾ അത് മനുഷ്യരാശിയുടെ തന്നെ പരാജയമാണ്. അതിനാൽ യുദ്ധം അവസാനിക്കണം. സംഭാഷണവും സഹകരണവും മാത്രമാണ് സ്ഥിരമായ സമാധാനത്തിന്റെ വഴി. കാരണം യുദ്ധം ഒരിക്കലും പരിഹാരമല്ല, അത് മനുഷ്യരാശിക്കുള്ള ഏറ്റവും വലിയ ആപത്താണ്.